അവന്തികയുടെ അനുവാദത്തോടുകൂടി അവന്തിക പറയാൻ പോകുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവന്തികയുടെ മുഖം കാണിക്കുന്നതിനോ അവന്തികയുടെ പേര് പറയുന്നതിനോ അവന്തികയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഇല്ല, യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ശരി, എന്താണ് സംഭവിച്ചത്? നിങ്ങളും രാഹുലും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു അവന്തിക? അതെ, ഞാനും രാഹുലും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല, കുറച്ച് നാളുകളായിട്ട് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളും ലൈംഗിക വൈകൃതം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അയാൾ എന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും പോകാമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല നിന്നെ റേപ്പ് ചെയ്യണം, എനിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് വന്നിട്ടുള്ള അയാളുടെ ഭാഗത്തുനിന്ന്. അവന്തിക, പക്ഷേ ഈ മെസ്സേജുകളുടെ എന്തെങ്കിലും തെളിവുകൾ അവന്തികയുടെ പക്കലുണ്ടോ? ഇല്ല, അയാൾ എന്നെ വിളിച്ച കോളുകൾ മാത്രമേ ഉള്ളൂ. കോൾ ലിസ്റ്റിൽ മാത്രം വാട്സപ്പിൽ കോൾ ചെയ്തത് മാത്രമേ ഉള്ളൂ. കോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല, വാട്സപ്പിൽ കോള്. പിന്നീട് എനിക്ക് ടെലഗ്രാമിൽ 1 സെൻറ്റിലാണ് അയാൾ മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ 1 സെൻറ്റിൽ അയക്കുന്ന മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് വാനിഷ് ആയി പോകുന്ന തരത്തിൽ. അവന്തിക ആ സമയത്ത് പക്ഷേ പാർട്ടിയുടെ എന്തോ ഒരു ചുമതല വഹിച്ചിരുന്നില്ലേ അവന്തിക? ഇല്ല, ചുമതല ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ BJPയുടെ ഇപ്പോഴും ഞാൻ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. അവന്തിക BJPയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ? അതെ. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ ഫോൺ സംഭാഷണം നടത്തുമ്പോൾ അവന്തിക BJPയിൽ തന്നെയായിരുന്നു? അതെ, ഞാൻ ഇപ്പോഴും BJPയിലാണ്. അപ്പോഴും BJPയോടുള്ള അനുഭവം തന്നെയാണ് അപ്പോഴും ഇപ്പോഴും. താങ്കളെ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ BJPയിൽ പ്രവർത്തിക്കുന്ന അവന്തികയെ വിളിച്ചത് രാഷ്ട്രീയമായ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാനാണോ? രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കാനല്ല, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ചോദിച്ചിരുന്നത്. എവിടെയാണ്, എന്താണ് വിശേഷം, അങ്ങനെ കാഷ്വൽ ടോക്കിംഗ്, ഒരു സുഹൃത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അത്തരത്തിലാണ് ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അതൊരു ലൈംഗിക വൈകൃതം പിടിച്ച രീതിയിലേക്ക് മാറുകയായിരുന്നു. ഓക്കെ, ഇത് രാത്രികാലങ്ങളിൽ അയാൾ അവന്തികയെ വിളിക്കും, സംസാരിക്കും. ഇത് അവന്തിക മറ്റാരെടുത്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇത് രാത്രിന്ന് മാത്രമല്ല, രാവിലെയും രാത്രിയും ഇടവേളകളില്ലാതെ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൽ തന്നെ അവരുടെ പാർട്ടി ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, എൻ്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും ഇത്തരം കാര്യങ്ങൾ അറിയാം. ഇത് എന്ന് മുതലാണ് ഈ സൗഹൃദം തുടങ്ങിയത് അവന്തിക? സൗഹൃദം തുടങ്ങിയത് തൃക്കാക്കര ബൈ ഇലക്ഷന് ശേഷമാണ്. അന്ന് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റിലാണ് ഇയാൾ എന്നെ കാണുന്നതും സംസാരിക്കുന്നതും. പിന്നീട് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് റിക്വസ്റ്റ് അയക്കുകയും മെസ്സേജ് അയക്കുകയും ഉണ്ടായി. രാത്രികാലങ്ങളിലാണോ ഇയാൾ ബന്ധപ്പെടാറുള്ളത്? ആദ്യഘട്ടങ്ങളിലൊക്കെ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് അയാൾ കൂടുതലും ബന്ധപ്പെട്ടിരുന്നത്. പിന്നീട് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും ഈ പത്രസമ്മേളനം നടത്തുന്നതിന് കുറച്ച് മുന്നേ വരെ എന്നെ വിളിച്ച് 3-4 തവണ എന്നെ വിളിച്ച് വെക്കുകയാണ് അയാൾ. അതായത് ഇന്നത്തെ ദിവസം തിരിച്ചു വിളിച്ചപ്പോൾ അയാള് കോൺഫറൻസിലാണ് ഞാൻ അത് കഴിഞ്ഞിട്ട്. അതെ, ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിത് പുറത്ത് പറയും എന്നുള്ളൊരു ഭയത്തിന്റെ പുറത്തായിരിക്കാം അയാള് ഈ അവന്തിക ഇക്കാര്യം പുറത്തു പറയും. ഞാൻ തിരിച്ചു വിളിച്ച സമയത്ത് അയാൾ പ്രസ് കോൺഫറൻസിലാണ്. അതെ, തീർച്ചയായിട്ടും ഭയന്നിരുന്നു എന്നുള്ളതാണ്. ആ പ്രസ് കോൺഫറൻസിന് മുന്നേ അയാളുടെ ഭാഗത്തു നിന്നുള്ള കോളുകളും അയാൾ വാണ്ട് ടു ടോക്ക് ടു യു എന്നാണ്, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം എന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്. പിന്നീട് ഈ സംഭവം വെളിപ്പെടുത്തുന്ന സമയത്തും എനിക്ക് കോളുകളുണ്ട്. ഇന്ന് വന്നേക്കുന്ന മെസ്സേജ് ഒരു മിനിറ്റ്. അതെ, അയാൾ എന്നെ ബ്ലോക്ക് ചെയ്തേക്കാണ് ഇപ്പോൾ. ഈ ന്യൂസ് വന്നതിന് ശേഷമായിരിക്കും തോന്നുന്നു എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.
ഇതാണ് ആ മെസ്സേജ് ലൈക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റും. ടോക്ക് ടു യു. അത് വാട്സപ്പിലാണ് വന്നിരിക്കുന്ന മെസ്സേജ്, വാണ്ട് ടു ടോക്ക് ടു യു എന്നുള്ളത്. അതെ വാട്സപ്പിലാണ് അതെ വൺ നാട്ട് ടോക്ക് ടു യു. ഇത് രണ്ടും എനിക്ക് വാട്സപ്പിലാണ് വന്നേക്കുന്നത്. ഈ കോളും 10:48 ഒന്ന് 10:50 വന്നേക്കുന്നത്. പിന്നെ ഞാൻ തിരിച്ച് 2 പ്രാവശ്യം വിളിച്ചു. പിന്നെ ഒരു ഹായ് വന്നു. പിന്നെ കുറച്ച് മുന്നേ ആണ് വന്നത് 11. ഓക്കെ, കുറച്ച് മുന്നെയാണ് വന്നത് 5:30 വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോളാണ്. ഈ കോള് വരുന്നത് ഞാൻ മീഡിയാസിൽ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷമാണ് എനിക്ക് ആ കോള് വരുന്നത്. ഈ ഏത് തരത്തിലുള്ള ബന്ധമാണ് രാഹുലും അവന്തികയും തമ്മിൽ ഉണ്ടായിരുന്നത്? 2 വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ്. ഒരു സൗഹൃദം എന്നതിനും അപ്പുറം നല്ല സുഖം. അതെ സൗഹൃദ ബന്ധമായിരുന്നു. പിന്നീട് അയാളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതം തുളുമ്പുന്ന വാക്കുകളായപ്പം ഞാൻ ആ ബന്ധം ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജുകൾ പലർക്കും അയച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്താൻ തന്നെ തയ്യാറായിരുന്നത്. പലതവണ എന്റെ അടുത്ത് പലരും ചോദിച്ചാണ് എന്ന മട്ടിൽ അയാൾ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് എനിക്ക് നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക്, സമൂഹത്തിൻ്റെ ഇത്രയും മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ലൈംഗിക ദാരിദ്ര്യം, ലൈംഗിക ചേഷ്ടകളും മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, സമൂഹത്തിൻ്റെ മാതൃക ആകേണ്ട വ്യക്തികളാണ് MLA ആയ വ്യക്തിയാണ്. അയാളാണ് പറയുന്നത് എനിക്ക് റേപ്പ് ചെയ്യണം. അയാളൊരു റേപ്പിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഇതുവരെ വന്നതിനേക്കാൾ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ താങ്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ ഈ തെളിവുകളൊക്കെ ഹാജരാക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അയാൾ ഇന്നും മീഡിയാസിൽ വന്ന് വെല്ലുവിളിച്ചാണല്ലോ അയാൾ സംസാരിച്ചത്. എനിക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഞാനും അയാളെ വെല്ലുവിളിക്കുകയാണ്. അയാളുടെ നിരപരാധിത്വം അയാൾ തെളിയിക്കട്ടെ. അവന്തിക ഒരു ട്രാൻസ് വുമൺ എന്ന നിലയിൽ അവന്തികയുടെ മൊഡസ്റ്റി, അവന്തികയുടെ മാന്യത, അവന്തികയുടെ ഡിഗ്നിറ്റി ഇയാൾ നഷ്ടപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടോ? അവന്തികയുടെ കൺസെന്റിനെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊരു അഭിപ്രായം അവന്തികയ്ക്ക്? തീർച്ചയായും. കാരണം ഒരാളോട് ഇങ്ങനെയൊക്കെ റേപ്പ് ചെയ്യണമെന്ന് പറയുന്നതിലൂടെ എന്താണ് ഇയാൾ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാനൊരു ട്രാൻസ്വുമൺ ആയ വ്യക്തിയാണ്. എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ ഡിഗ്നിറ്റി എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് ഇയാളുടെ സംസാരങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ അവന്തിക, ഇയാൾ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ MLA എന്ന നിലയിൽ തുടരുകയാണ്. ഇങ്ങനെയൊരാൾ ജനപ്രതിനിധി എന്ന നിലയിൽ തുടരാൻ യോഗ്യനാണ് എന്ന് അവന്തിക കരുതുന്നുണ്ടോ? യാതൊരു വിധത്തിലും അയാൾക്കൊരു യോഗ്യതയില്ല. കാരണം വെച്ചാൽ ഇങ്ങനെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തിൽ മാതൃകയായിട്ട് തുടരുക, സമൂഹത്തിന് എങ്ങനെ മാതൃകയായി മാറുക, ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളെ സേവിക്കാൻ അയാൾക്ക് എങ്ങനെ സാധിക്കുക എന്നുള്ളത്. റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഇത്തരം വ്യക്തികൾ മാറി നോക്കുക, രാജിവെച്ച് മാറുക എന്നുള്ളതാണ്. അവന്തിക, ഈ വിഷയം മറ്റ് ട്രാൻസ്വുമൺ സുഹൃത്തുക്കളോടോ മറ്റോ ആരോടെങ്കിലും പങ്കുവെച്ചിട്ടുണ്ടോ അവന്തിക? 1-2 പേർക്ക് അറിയാം. താങ്ക് യു അവന്തിക. ഞാൻ അവന്തിക അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും അവന്തിക തുറന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ വീണ്ടും നമ്മളെ ഒരിക്കൽ കൂടി ഉലയ്ക്കുന്നതാണ്. താങ്ക് യു അവന്തിക പ്രതികരിച്ചതിന്. Debate with Dr. Arun Kumar.